Hello students, next to the alternating series test or Leibniz test, we study Abel's lemma, which is not a test. It is only a representation of product of terms of two series. This is called Abel's lemma. ഇതൊരു alternating series test ഒന്നുമല്ല, പാർഷ്യൽ സമ്മേഷൻ ഫോർമുല എന്നറിയപ്പെടുന്നു. അടുത്ത വരുന്ന ടെസ്റ്റ് ഡിറിച്ലെറ്റ്സ് ടെസ്റ്റ് ആണ്. അതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് പാർഷ്യൽ സമ്മേഷൻ ഫോർമുല ബൈ ഏബൽ. ആൻഡ് ദിസ് ഇസ് കോൾഡ് ഏബൽസ് ലെമ്മ. ടെസ്റ്റ് അല്ല എന്ന് ഓർമ്മ. പാർഷ്യൽ സമ്മേഷൻ ഫോർമുല അതൊരു അറേഞ്ച്മെന്റ് മാത്രമാണ്. വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, ഒട്ടും പ്രയാസമില്ല. നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ സം അറേഞ്ച് ചെയ്തെടുക്കുക എന്നൊരു കാര്യം മാത്രമേ നമുക്കുള്ളൂ. ഹിയർ വി ആർ ഗിവൺ two sequences, x equal to sequence xn and y equal to sequence yn. രണ്ട് സീക്വൻസസ് നമുക്ക് തന്നിട്ടുണ്ട്. റിയൽ സീക്വൻസസ് ബി സീക്വൻസസ് ഇൻ ആർ റിയൽ സീക്വൻസസ് ആണ് എന്ന് പറയാം. ഈ സീക്വൻസസ് ഇൻ റിയൽ ലൈൻ ആർ എന്ന് നമുക്ക് എഴുതാം. ആൻഡ് ലെറ്റ് ദ പാർഷ്യൽ സംസ് ഓഫ് sigma yn, let the partial sums of sigma xn കാര്യം പറയുന്നില്ല, sigma yn മാത്രമേ അങ്ങനെ നൊട്ടേഷൻ എടുക്കുന്നുള്ളൂ. be denoted by sn. sigma yn ന്റെ പാർഷ്യൽ സംസ് sn എന്നാണ് നമ്മൾ എഴുതുക. വിത്ത് sn പറയുമ്പോൾ നമ്മൾ s1 പറയാറുള്ളൂ, പക്ഷേ ഇക്വേഷൻസ് അറേഞ്ച്മെന്റ് എഴുതി വരുമ്പോൾ നമുക്കൊരു എസ് നോട്ടിന്റെ ആവശ്യം വരും. എസ് നോട്ടിന് 0 എന്ന് എടുക്കുക. എസ് നോട്ട് ഈക്വൽ ടു 0. ദെൻ റെപ്രസെന്റേഷൻ കംസ് ഇഫ് എം ഗ്രേറ്റർ ദാൻ എൻ. രണ്ട് സഫിക്സ് എടുക്കുമ്പോൾ എം വലുതാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദെൻ പാർഷ്യൽ സമ്മേഷൻ ഫോർമുല ഈസ് ദിസ് വൺ. സിഗ്മ എക്സ് എൻ വൈ എൻ എന്നല്ല, എക്സ് കെ വൈ കെ എന്ന് എഴുതുന്നത്. എല്ലാ ടൈംസും എഴുതുന്നില്ല, അതുകൊണ്ട് k ഈക്വൽ ടു n പ്ലസ് 1 തുടങ്ങി m വരെ. m ഗ്രേറ്റർ ദാൻ n എന്ന് പറഞ്ഞായിരുന്നല്ലോ. k ഈക്വൽ ടു n പ്ലസ് 1 തുടങ്ങി m വരെ xnന്റെയും ynന്റെയും ടേംസിന്റെ പ്രോഡക്റ്റ്. ദിസ് ഈസ് ഈക്വൽ ടു, അതിനെങ്ങനെ എഴുതാം എന്നാണ് പറയാം. xnകൾ അങ്ങനെ തന്നെ എഴുതുക. ynകളുടെ പാർഷ്യൽ സംസ് നമുക്കുണ്ട്. അപ്പോൾ xm sm മൈനസ് xn പ്ലസ് 1 sn പ്ലസ് ഇത്ര എഴുതുക. അതിൻ്റെ കൂടെ ഇതും കൂടെ എഴുതിയാൽ മതി എന്നാണ് പറയുക. പ്ലസ് സിഗ്മ k ഈക്വൽ ടു n നമുക്ക് ഇവിടെ 1 പോയി, അപ്പോൾ ഇനി n കഴിഞ്ഞത്തേ ഉള്ളൂ. n പ്ലസ് 1 തുടങ്ങി m ഇതിൻ്റെ അകത്ത് 1 പോയി, അതുകൊണ്ടാണ് ഇവിടെ m മൈനസ് 1 വരെയുള്ളൂ. n പ്ലസ് 1 തുടങ്ങി m മൈനസ് 1 വരെ. എക്സ് കെ വൈ കെനെ അല്ല ഇപ്പോൾ സം ചെയ്യുന്നത്. എക്സ് കെ മൈനസ് എക്സ് കെ മൈനസ് 1 xk minus 1 into sk sigma xk yk. xk and xn and yn are two sequences, real sequences. The partial sums of sigma xn notation illa. sigma yn are denoted by sn with s not equal to 0. And if m greater than n, we can write n plus 1 തുടങ്ങി m വരെയുള്ള xk yk sum. sigma k equal to n plus 1 to m xk yk equal to xm sm minus xn plus 1 sn xn plus 1 sn plus sigma k equal to, അവിടെ m n വന്നു പോയി, ബാക്കി n plus 1 k equal to n plus 1 തുടങ്ങി m minus 1 വരെ xk minus xk minus 1 into sk. ഇതാണ് പാർഷ്യൽ സമ്മേഷൻ ഫോർമുല ഓർ ഏബൽസ് ലെമ്മ. നമുക്ക് പ്രൂഫിലേക്ക് പോകുമ്പോൾ എന്താ സിഗ്മ എക്സ് കെ വൈ കെ എഴുതി നോക്കിയാൽ മതി. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അതിനുള്ള ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുകയാണ്. എസ് കെ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് സിഗ്മ വൈ കെയുടെ പാർഷ്യൽ, സിഗ്മ വൈ എന്നിന്റെ പാർഷ്യൽ സം ആണ് എസ് എൻ എന്ന് എഴുതിയിരിക്കുന്നത്. പാർഷ്യൽ സം ഓഫ് സിഗ്മ വൈ എൻ ഡിനോട്ടഡ് ബൈ എസ് എൻ. എസ് കെ മൈനസ് 1 എന്തായിരിക്കും? y1 തുടങ്ങി yk മൈനസ് 1 y1 y2 എക്സെട്ര പ്ലസ് yk മൈനസ് 1 വരെയുള്ള ടേംസിന്റെ സം. എസ് കെ അപ്പോൾ എന്തായിരിക്കും? എസ് എൻ എന്ന് എഴുതുന്നത് മുഴുവനും സിഗ്മ വൈ എന്നിന്റെ പാർഷ്യൽ സംസ്. എസ് കെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കെ ടേംസിന്റെ സം. y1 പ്ലസ് y2 പ്ലസ് എക്സെട്ര പ്ലസ് yk മൈനസ് 1 പ്ലസ് yk.
yk വരെയുള്ള തൊട്ട് പുറകിലത്തെയാണ് yk മൈനസ് 1 കൊണ്ട് ഞാൻ എഴുതിയെന്നുള്ളൂ. നൗ യു ക്യാൻ റീറൈറ്റ് yk ഈക്വൽ ടു yk എന്ന് പറയുന്നത് skക്കകത്ത് sk മൈനസ് 1 കഴിഞ്ഞ് ykയും കൂടെ ഉള്ളൂ. അല്ലെങ്കിൽ sk മൈനസ് 1 പ്ലസ് yk ആണ് sk ദിസ് മച്ച് sk മൈനസ് 1 sk മൈനസ് 1 പ്ലസ് yk ആണ് sk. അല്ലെ yk ഈക്വൽ ടു sk മൈനസ് 1 എന്ന് നമുക്ക് പറയാം. sk മൈനസ് 1 yk എഴുതാം. Therefore we can rewrite sigma ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത് k ഈക്വൽ ടു ഇതാ നമുക്ക് എഴുതേണ്ടത് n+1 to k ഈക്വൽ ടു n+1 to m. അതാണ് നമ്മൾ എഴുതുക. xk yk ഈക്വൽ ടു എങ്ങനെ എഴുതാം? സിഗ്മ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. k ഈക്വൽ ടു n+1 to m. xk ഒന്നും മാറ്റി എഴുതാനുള്ള മാർഗ്ഗമില്ല. ykക്ക് പകരം sk മൈനസ് 1 എന്ന് ഞാൻ എഴുതുന്നു. ഇങ്ങനെ എഴുതുന്നു. Then this is equal to അതിനെ തന്നെ എഴുതാം. ഈ സമ്മേഷൻ തന്നെ ഇപ്പൊ എഴുതിയ ഈ സമ്മേഷൻ തന്നെ ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പോവാം? ഇനി നമ്മൾ ഈ വാല്യൂസ് കൊടുക്കും. ഇതൊരു സമ്മാണല്ലേ, k n+1 തുടങ്ങി m വരെയുള്ള സമ്മാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ k n+1 കൊടുത്താൽ നിങ്ങൾക്ക് ഇതിന്റെ ടൈം തന്നെ കിട്ടും. k n+1 കൊടുക്കുവാണേ അപ്പോൾ x n+1 ഇൻറ്റു ഈ സമ്മേഷനിൽ ആദ്യത്തെ ഇൻറ്റു kക്ക് പകരം n+1 കൊടുത്താൽ s n+1 മൈനസ് kക്ക് പകരം n+1 കൊടുത്താൽ k മൈനസ് 1 sn ആവും. sn+1 മൈനസ് sn എന്ന് sn+1 മൈനസ് sn എന്ന് എഴുതാം. അടുത്തത് kക്ക് n+2 കൊടുത്താൽ xn+2 ഇൻറ്റു sn+2 മൈനസ് sn+1 എന്ന് എഴുതാം. പ്ലസ് kക്ക് പകരം n+3 കൊടുത്താൽ xn+3 ഇൻറ്റു ഓരോന്നും കൂട്ടി പോയാൽ മതി sn+3 മൈനസ് sn+2 എന്ന് എഴുതാം. അങ്ങനെ കൊടുത്ത് നമ്മൾ ലാസ്റ്റ് കൊടുക്കാൻ പോകുന്നത് ഏറ്റവും ലാസ്റ്റ് കൊടുക്കാൻ പോകുന്നത് എന്തായിരിക്കും? kക്ക് പകരം m കൊടുക്കാൻ പോകുന്നത്. അപ്പൊ എന്തെഴുതാം? xm ഇൻറ്റു s. അത് തന്നെയാണ് ഇവിടെ എഴുതുന്നത്. എല്ലാത്തിലും അങ്ങനെയല്ലേ ഇവിടെ sm മൈനസ് അതിന്റെ പുറകിലത്തെ എഴുതണം sm-1 എന്നാണ്. ഇത് kക്ക് k ഈക്വൽ ടു n+1 കൊടുക്കുമ്പോൾ ഈ എഴുതിയത് k ഈക്വൽ ടു n+2 കൊടുക്കുമ്പോൾ ഇത് k ഈക്വൽ ടു n+3 കൊടുക്കുമ്പോൾ ഈ ലാസ്റ്റ് എഴുതിയത് k ഈക്വൽ ടു സമ്മേഷൻ എവിടെ വരെയാ? k ഈക്വൽ ടു n+1 to m. k ഈക്വൽ ടു m കൊടുക്കുമ്പോൾ ഇത് അതിന് തൊട്ട് പുറകിലത്തെ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്ത് എഴുതാം. k ഈക്വൽ ടു m-1 കൊടുക്കുമ്പോഴാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ ജനറൽ ടൈമിൽ നോക്കി k ഈക്വൽ ടു m-1 കൊടുക്കുമ്പോൾ xm-1 ഇൻറ്റു xm-1 ഇൻറ്റു പിന്നെ ബ്രാക്കറ്റിൽ വരുന്ന എസിന്റെ സഫിക്സ് സെയിം ആണ് sm-1 മൈനസ് ഓഫ് sm-1 മൈനസ് 1 k ഈക്വൽ ടു m-1 അവിടുത്തെ sk-1 എഴുതുന്നുണ്ട് sm-2 അല്ലെങ്കിൽ അവസാനം എഴുതിയതിനേക്കാളും സഫിക്സസ് ഒന്ന് പുറകോട്ട് പിടിച്ചാൽ മതി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. Now we can open the brackets. This is equal to xn+1 into sn+1 minus xn+1 into sn plus xn+2 into sn+2 minus xn+2 into sn+1. അടുത്തത് plus xn+3 sn+3 minus xn+3 sn+2 plus etc. plus last but 1 xm-1 into sm-1 minus xm-1 into sm-2 plus last ടേമിലെ എക്സ്പാൻഷനിൽ xm into sm minus xm into sm-1. ബുക്കിൽ ഇത്രയും ടൈംസ് എഴുതിയിട്ടില്ല. നമുക്ക് അതിന്റെ കിടപ്പ് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ എഴുതുക. ഇനി ഈ സം എന്താ? സിഗ്മ xk yk. അതെന്താന്നാ പ്രൂവ് ചെയ്യേണ്ടത്? xm sm ഇതാണ് മൈനസ് xn+1
എസ് എൻ, അത് രണ്ടും അവിടെ വേറെ എടുത്തിരിക്കുക. അപ്പൊ അത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഈ ടേം രണ്ടും ഇതിൻ്റെ അകത്ത് മാറ്റി. ദിസ് ഇസ് ഈക്വൽ ടു എക്സം എസ് എം പോസിറ്റീവ് ആയതുകൊണ്ട് അതിനെ ആദ്യം എഴുതുന്നു. എക്സം ഇൻറ്റു എസ് എം മൈനസ് എക്സ് എൻ പ്ലസ് വൺ ഇൻറ്റു എസ് എൻ എടുത്തിട്ടുണ്ട്. പിന്നെയുള്ള ടേംസിനെ റീഅറേഞ്ച് ചെയ്യുക. പിന്നെ ഏതിനൊക്കെയാന്ന് നോക്കി, എക്സ് എൻ പ്ലസ് വൺ ഉള്ള രണ്ടെണ്ണം, അല്ല എസ് എൻ പ്ലസ് വൺ ഉള്ള രണ്ടെണ്ണം ഉണ്ട്. അങ്ങനെയല്ലേ പാറ്റേൺ വന്നിരിക്കുന്നത്. എസ് കെ ആണ്. എക്സ് കെ മൈനസ് എക്സ് കെ മൈനസ് വണ്ണും എസ് കെ ആണ്. എസ് കെ. അപ്പൊ എസ് എൻ പ്ലസ് വൺ, കെ ഈക്വൽ ടു എൻ പ്ലസ് വണ്ണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ് എൻ പ്ലസ് വൺ ഉള്ള ഒരു ടൈം ഇവിടെ ഉണ്ട്, എസ് എൻ പ്ലസ് വൺ ഉള്ള വേറൊരു ടൈം ഇവിടെ ഉണ്ട്. അപ്പോൾ എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ പ്ലസ് ടു ഇൻറ്റു എസ് എൻ പ്ലസ് വൺ എന്ന് എഴുതാം. പ്ലസ് എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ പ്ലസ് ടു ഇൻറ്റു എസ് എൻ പ്ലസ് വൺ ഇൻറ്റു എസ് എൻ പ്ലസ് വൺ എസ് എൻ പ്ലസ് വൺ. ഇനി ഏതാ ഉള്ളത്? എസ് എൻ പ്ലസ് ടു ഉള്ളതുകൊണ്ട് എക്സ് എൻ പ്ലസ് ടു മൈനസ് എക്സ് എൻ പ്ലസ് ത്രീ ഇൻറ്റു ഇതാ എസ് എൻ പ്ലസ് ടു പ്ലസ് എക്സ് എൻ പ്ലസ് ടു മൈനസ് എക്സ് എൻ പ്ലസ് ത്രീ മൈനസ് എക്സ് എൻ പ്ലസ് ത്രീ ഇൻറ്റു എസ് എൻ പ്ലസ് ടു ഇൻറ്റു എസ് എൻ പ്ലസ് ടു പ്ലസ് എക്സെട്ര പ്ലസ്. ഇനി നമുക്ക് ലാസ്റ്റ് വരാൻ പോകുന്നത്, സമ്മിൽ ലാസ്റ്റ് വരാൻ പോകുന്ന എം മൈനസ് വൺ വരെ ഉള്ളൂ. അപ്പോൾ എക്സ് എം എസ് എം നമ്മൾ വേറെ എഴുതിയിട്ടുണ്ട്, എക്സ് എം എസ് എം എടുത്തിട്ടുണ്ട്. അപ്പോൾ എസ് എം മൈനസ് ടു വരുന്ന ടേംസ് നിങ്ങൾ നോക്കി, മൈനസ് എക്സ് എം മൈനസ് വൺ എന്ന് വന്നാൽ പിന്നെ അതിന് തൊട്ട് മുമ്പിലെത്തിയാണ് വരുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? ഇവിടെ മൈനസ് എക്സ് എം മൈനസ് വൺ ഇൻറ്റു എസ് എം മൈനസ് ടു കാണുന്നുണ്ട്, എസ് എം മൈനസ് ടു, എസ് എൻ പ്ലസ് വൺ എക്സ് എൻ പ്ലസ് വൺ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? എക്സ് എം മൈനസ് ടു മൈനസ് എക്സ് എം മൈനസ് വൺ ഇൻറ്റു എസ് എം മൈനസ് ടു. ഇനി എസ് എം മൈനസ് വൺ ഉള്ള ടേംസ് അവിടെ കിടപ്പുണ്ട്. എസ് എം മൈനസ് വൺ എക്സ് എം മൈനസ് വൺ എസ് എം മൈനസ് വൺ മൈനസ് എക്സ് എം എസ് എം മൈനസ് വൺ പ്ലസ് എക്സ് എം മൈനസ് വൺ മൈനസ് എക്സ് എം ഇൻറ്റു എസ് എം മൈനസ് വൺ എസ് എം മൈനസ് വൺ. അപ്പോൾ നമ്മൾ സമ്മിൽ നമുക്ക് തന്നിരിക്കുന്ന പോലെ എക്സ് എം എസ് എം എന്ന് പറയുന്ന ടൈമും ടിക്ക് ചെയ്തിരിക്കുന്നു. മൈനസ് എക്സ് എൻ പ്ലസ് വൺ എസ് എൻ എന്ന് പറയുന്ന ടൈമും സെപ്പറേറ്റ് ചെയ്തു. ഈ കാണുന്നത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ അത് നമുക്ക് കിട്ടി. അവരെ നമുക്ക് ഇവിടെയും ബ്രാക്കറ്റിൽ എഴുതാം. പിന്നെ എന്നാ ചെയ്തത്? പിന്നെ ഉള്ളത് എസ് കെ കോമൺ ആയിട്ട് എടുക്കാവുന്ന, ഏതെങ്കിലും എസ് കെ കോമൺ ആയിട്ട് എടുക്കാവുന്ന ടൈംസ്. നമുക്ക് ഏറ്റവും ആദ്യം കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് എസ് എൻ പ്ലസ് വൺ. അത് ശരിയാണ്. കെ ഈക്വൽ ടു എൻ പ്ലസ് വണ്ണിലാണ് സം സ്റ്റാർട്ട് ചെയ്യുന്നത്. കെ ഈക്വൽ ടു എൻ പ്ലസ് വൺ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ പ്ലസ് ടു ഇൻറ്റു എസ് എൻ പ്ലസ് വൺ എന്ന് കിട്ടി. എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ പ്ലസ് ടു. സമ്മിലൊരു വ്യത്യാസമുണ്ട്. എക്സ് കെ മൈനസ് വൺ എന്നല്ല, എക്സ് കെ മൈനസ് എക്സ് കെ പ്ലസ് വൺ ഇൻറ്റു എസ് കെ എന്നാണ്. ഞാൻ അവിടെ എഴുതി തെറ്റിപ്പോയതാണ്, സോറി. അപ്പോൾ എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ പ്ലസ് ടു ഇൻറ്റു എസ് എൻ പ്ലസ് വൺ എസ് എൻ പ്ലസ് വൺ. എസ് എൻ പ്ലസ് ടു ഉള്ളത് നമുക്ക് ഇതേപോലെ എടുക്കാം. എക്സ് എൻ പ്ലസ് ടു മൈനസ് എക്സ് എൻ പ്ലസ് ത്രീ ഇൻറ്റു എസ് എൻ പ്ലസ് ടു എന്ന് കിട്ടി. സം തീരുന്നത് എം മൈനസ് വണ്ണിലാണ്. അപ്പോൾ എസ് എം മൈനസ് വണ്ണിലാണ് തീരുന്നത്. അതിന് മുമ്പ് എസ് എം മൈനസ് ടു കോമൺ ആയിട്ടുള്ള ടേംസ് നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കാം. അതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. എസ് എം മൈനസ് വൺ കോമൺ ആയിട്ടുള്ള ടേംസ് ഏതൊക്കെയാ? മൈനസ് എക്സ് എം, എസ് എം മൈനസ് വൺ ഇവിടെയുണ്ട്, വേറെ ഉള്ളതാണുള്ള എസ് എം മൈനസ് വൺ, എക്സ് എം മൈനസ് വൺ എസ് എം മൈനസ് വൺ, എക്സ് എം മൈനസ് വൺ മൈനസ് എക്സ് എം ഇൻറ്റു എസ് എം മൈനസ് വൺ. അപ്പോൾ ഇനി ആദ്യത്തെ ബ്രാക്കറ്റിൽ ഒഴികെ ബാക്കിയുള്ളത് ഞാനൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിക്കാം. ഇത്രയും ടേംസിനെ നമുക്ക് സിഗ്മ കെ ഈക്വൽ ടു എൻ പ്ലസ് വൺ, ഇവിടെ എൻ പ്ലസ് വൺ, കെ ഈക്വൽ ടു എൻ പ്ലസ് വൺ ടു എം മൈനസ് വൺ, സിഗ്മ കെ ഈക്വൽ ടു എൻ പ്ലസ് വൺ ടു എം മൈനസ് വൺ, ശരിയല്ല, എൻ പ്ലസ് വൺ ടു എം മൈനസ് വൺ. എന്താ ഫോം? എക്സ് കെ മൈനസ് എക്സ് കെ പ്ലസ് വൺ മൊത്തം ഇൻറ്റു എസ് കെ എന്നുള്ള ഫോമിൽ എഴുതാം. ഈ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന സമ്മിനെ നമുക്ക് സമ്മേഷൻ നൊട്ടേഷൻ ഉപയോഗിച്ച് അങ്ങനെ എഴുതാൻ സാധിക്കും. Therefore, x and y are two sequences and partial sums of y are denoted by Sn with s not equal to 0. s not ഇവിടെ എഴുതുന്നിടത്ത് ആവശ്യം വന്നാൽ 0 എന്ന് വിളിക്കാൻ വേണ്ടിയാണ്. And if m greater than n, then sigma k equal to n plus 1 to m xk yk equal to, അത് n plus 1 to m അല്ല, ആദ്യത്തെ സംസ് എഴുതുമ്പോൾ എസ് നോട്ടിന്റെ ആവശ്യം വരും. ആ കാരണം കൊണ്ടാണ് എസ് നോട്ട് 0 എന്ന് എഴുതിയിരിക്കുന്നത്. സിഗ്മ കെ ഈക്വൽ ടു എൻ പ്ലസ് 1 നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല, n 0 ആകുന്ന കേസ് വരുന്നില്ല. സിഗ്മ കെ ഈക്വൽ ടു എൻ പ്ലസ് 1 ടു എം ഫോർ എം ഗ്രേറ്റർ ദാൻ എക്സ് കെ വയ്ക്ക് ആദ്യം തുടങ്ങിയുള്ള സമ്മില്ല, പ്രോഡക്റ്റിന്റെ n plus 1 to m all that can be written by this equation. That is called a
പാർഷ്യൽ സമ്മേഷൻ ഫോർമുല ഓർ ഏബൽസ് ലെമ്മ. ഈ എക്സ്പ്രഷൻ ഇത്തിരി ലെന്തിയാണ്, എന്നാലും നിങ്ങളത് പഠിക്കണം. ഡിറിച്ലെറ്റ്സ് ടെസ്റ്റിലേക്ക് നമുക്ക്